സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആൻ്റണിക്ക് സച്ചിയോടുള്ള ദേഷ്യം നമുക്കെല്ലാവർക്കും അറിയാം. പൂമാല മോഷ്ടിച്ച് സച്ചിയോടുള്ള പ്രതികാരം വീട്ടാൻ ആൻ്റണി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അത് പാളിപ്പോയി. പിന്നീടൊരു അവസരത്തിന് വേണ്ടി ആൻ്റണി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അത്രയ്ക്ക് ദേഷ്യമുണ്ട് സച്ചിയോട് ആൻ്റണിക്ക്. കാരണം സച്ചി ആൻ്റണി അമ്മാതിരി ഇടിയാണല്ലോ അന്ന് ഇടിച്ചത്. വരും എപ്പിസോഡിൽ ആൻ്റണി സച്ചിയോടുള്ള പ്രതികാരം നന്നായി തന്നെ വീട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ആൻ്റണി ശരത്തിൻ്റെ കൂടെ അമ്മയുടെ പൂക്കടയിലോട്ട് പോവുകയായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ രേവതി ഉണ്ടാവും. ആൻ്റണിയുടെ കൂടെ ശരത്തിനെ കാണുമ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ആൻ്റണിയുടെ ഓഫീസിൽ കയറി രേവതി ചീത്ത വിളിച്ചതിൻ്റെ ദേഷ്യം ആൻ്റണിക്ക് നന്നായിട്ടുണ്ട്. അതും പോരാണ്ട് ആ പൂക്കടയിൽ വെച്ച് രേവതി വീണ്ടും ആൻ്റണിയെ ചീത്ത വിളിക്കുവാണ്. നീ എൻ്റെ അനിയനെ ചീത്താക്കാനാണോട് അവനെയും കൂടെ പിടിച്ച് നടത്തുന്നത്, കള്ളുകുടിയാന്നൊക്കെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. നാട്ടുകാരുടെ മുമ്പിലൊക്കെ വെച്ച് ആൻ്റണിയെ കള്ളുകുടിയാന്ന് മോശക്കാരനാക്കിയും രേവതി വീണ്ടും സംസാരിക്കുകയാണ്. അപ്പോൾ ആൻ്റണി തിരിച്ചും പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് കള്ളു കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് മോശക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി സച്ചിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് കുടിക്കുന്നുണ്ടെങ്കിലും നിന്നെപ്പോലെ മോശക്കാരനൊന്നുമല്ല, മേലെ എൻ്റെ അനിയൻ്റെ കൂടി നടന്ന് അവൻ്റെ ഭാവി നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുമ്പിലും രേവതി ചീത്ത വിളിക്കുവാണ്. ദേഷ്യമൂത്ത് രേവതി വീണ്ടും അടിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആൻ്റണിക്ക് രേവതിയോടും സച്ചിയോടുള്ള ദേഷ്യം ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ ഒരവസരത്തിനായിട്ട് കാത്തു നിൽക്കുമായിരുന്നു ആൻ്റണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിക്ക് നേരത്തെ പൂമാലക്ക് ഓർഡർ കൊടുത്ത ആ നേതാവ് ഉണ്ടല്ലോ, ആ നേതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഒരു കാറ് വേണം, നല്ല അടിപൊളി സെക്കൻഡ് ഹാൻഡ് കാറ്. അപ്പോൾ സച്ചിയുടെ സഹായമാണ് തേടുന്നത്. കാരണം സച്ചി ഒരു ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ സച്ചിക്ക് കാറിനെ പറ്റി അത്യാവശ്യം വിവരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി സച്ചിയെയും കൂട്ടി കാർ ഷോറൂമിലോട്ട് പോകുകയാണ്. സച്ചി കാർ ഷോറൂമിൽ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് തന്നെ സച്ചി നല്ലോണം വില പേശി എടുക്കുവാണ്. അതുമൂലം സച്ചിയോടുള്ള ഇഷ്ടം ഇവർക്ക് വീണ്ടും വീണ്ടും കൂടുവാണ്. സച്ചിയെ വിളിച്ചത് നന്നായി, സച്ചി കാരണമാണ് ഞങ്ങൾക്ക് ഈ കാറ് കിട്ടിയത്. വേറൊരു ടീം വന്ന് മേടിക്കാൻ നിന്നതായിരുന്നു, സച്ചി ഉള്ളത് കൊണ്ട് ഭാഗ്യത്തിന് നമുക്കിത് കിട്ടിയെന്നൊക്കെ അവർ സച്ചിയെ വളരെയധികം പൊക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ പുതിയ സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും കാണാനൊരു പുത്തൻ കാറ് പോലെ തന്നെയാണ്. അത് സച്ചി വിലപേശി എടുത്തോണ്ട് തന്നെ ആ സന്തോഷത്തിൽ ഇവരൊക്കെ കൂടി ബാറിൽ പോകുവാണ് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചിയും കൂട്ടുന്നുണ്ട്. സച്ചി വാ നമുക്ക് ഓരോന്ന് അടിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, അയ്യോ ഡ്യൂട്ടി ടൈമിൽ ഞാനൊന്നും അടിക്കത്തില്ല സാറേ എന്ന് പറയുമ്പോഴേക്കും ഇവർ നിർബന്ധിക്കുക, വാ നമ്മുടെ സന്തോഷത്തിന് ഒരെണ്ണം അടിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ഇല്ല ഡ്യൂട്ടി ടൈമിൽ ഞാൻ തൊടത്തില്ല സാർ, പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവരോട് പറയും. അപ്പോൾ ഇവർ പറയും, ശരി എന്നാൽ കുടിക്കാത്ത ഒരാളെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി കുടിക്കും. നേതാവിൻ്റെ സുഹൃത്തുക്കളും കൂടി ബാറിൽ കയറുവാണ്. സച്ചി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കും ഇവർക്ക് വേണ്ടി. സച്ചി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ അകത്തോട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് തന്നെ. സച്ചി ഇങ്ങനെ ബാറിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണേ. 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവർ ബാറിൻ്റെ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. അകത്തിരുന്ന് നല്ല കുടിയാണ്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ എപ്പോഴും സ്ഥിരം വിളിക്കുന്ന ഒരാൾ ട്രിപ്പിന് വേണ്ടി വിളിക്കുവാണ്. ആ സച്ചിക്ക് പോകാതിരിക്കാനും സാധിക്കില്ല. സച്ചി അങ്ങനെ ബാറിലോട്ട് കയറുമ്പോഴേക്കും ഇവർ പറയും, ആ എനിക്കറിയാം നിനക്ക് എന്തായാലും കുടിക്കാതിരിക്കാൻ സാധിക്കില്ലെന്ന്, വാ ഇരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, അയ്യോ ഇല്ല സാറേ ഞാനില്ല, എനിക്ക് ഒരു ട്രിപ്പ് വന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർക്ക് ഒരു കുപ്പി പൊട്ടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സച്ചിയോട് ആ കുപ്പി പൊട്ടിക്കാനൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ആൻ്റണിയും കൂട്ടുകാരും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആൻ്റണിക്കാണെങ്കിൽ സച്ചിയെ കാണുന്നതും സച്ചി ഇവിടെ കുടിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഉറപ്പിക്കും ആൻ്റണി. എന്നിട്ട് കൂടെയുള്ള കൂട്ടാളിയെ വിട്ടൊക്കെ അന്വേഷിപ്പിക്കും, എടാ എന്താ അവർ സംസാരിക്കുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കൂട്ടുകാരൻ പയ്യെ വിവരങ്ങളൊക്കെ ചോർത്തി ആൻ്റണിക്ക് പറഞ്ഞെടുക്കും. ഇല്ല അയാൾ ഡ്യൂട്ടി ടൈമിൽ കുടിക്കില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആൻ്റണി പറയും, കുടിക്കാത്ത ഒരാളെ നമുക്ക് കുടിപ്പിക്കാം, ഞാൻ ഈ സച്ചിയുടെ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി ആ കുപ്പി ഇങ്ങനെ മുതലാളിക്ക് ഇങ്ങനെ, അതായത് നേതാവിനിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ട് സച്ചി ഇങ്ങനെ മുഖം തുടക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ആൻ്റണി ഒരു ക്ലിപ്പ് ഉണ്ടാക്കുവാണ്. സച്ചി ഇങ്ങനെ ഗ്ലാസ്സിൽ മദ്യം ഒഴിക്കുന്നുമുണ്ട്, മാറിയിരുന്ന് മിച്ചറൊക്കെ തിന്നുന്നൊരു സീനും ഉണ്ട്. ശരിക്കും ഒരു കുടിക്കുന്ന ആൾ ചെയ്യുന്ന എല്ലാ പ്രകൃതങ്ങളും ആ വീഡിയോയിൽ സച്ചി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ഈ ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബാറിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരു കള്ളുകുടിയൻ വന്ന് സച്ചിയെ മുട്ടുമ്പോഴേക്കും സച്ചിയും അയാളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും.
ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ആൻ്റണി സച്ചി കുടിച്ചതായിട്ട് വരുത്തി തീർക്കുവാണ്. എന്നിട്ട് കാറ് ബാക്ക് എടുക്കുമ്പോഴേക്കും ബാക്കിൽ പോയി ഇടിക്കുന്നുമുണ്ട്. അതൊക്കെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ആൻ്റണി യൂട്യൂബിൽ, ആൻ്റണി എന്ന് പറഞ്ഞിട്ടല്ല വേറൊരാളുടെ അക്കൗണ്ടിൽ കൂടി യൂട്യൂബിലോട്ട് ഇടുവാണ് ഈ സച്ചി മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിൻ്റെ വീഡിയോ. സംഭവം എഡിറ്റിംഗ് ആണ്, പക്ഷേ സത്യത്തിൽ സച്ചി കുടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അത് കണ്ടാൽ സച്ചി കുടിച്ചിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോഴത്തേക്കും അത് വൈറലാവുകയാണ്, ഭയങ്കരമായിട്ട് നമ്പർ 1 ട്രെൻഡിങ്ങിൽ വരുവാണ്. നിരവധി മോശം കമൻറ്റുകളാണ് ആ വീഡിയോക്ക് താഴെ വരുന്നത്. ഇങ്ങനത്തെ ആളുകൾ കാരണമാണ് ഈ നാട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്, ഇവൻ്റെ വണ്ടിയുടെ ലൈസൻസ് ഒക്കെ റദ്ദാക്കണം, സച്ചിയെ മോശപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കമൻസ് ആ വീഡിയോക്ക് താഴെ വരുവാണ്. ഇതാണെങ്കിൽ ശരത്താണെങ്കിൽ ഈ വീഡിയോ കൊണ്ടുപോയി രേവതിക്കൊക്കെ കാണിക്കുന്നുണ്ട്. നോക്ക്, എൻ്റെ ആൻ്റണി ചേട്ടൻ കുടിയനാണെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് എന്താ കാണിക്കുന്നതെന്ന് നോക്കിയാൽ കുടിച്ച് വണ്ടി ഓടിച്ച് നാട്ടുകാരോടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് രേവതിക്ക് മൊബൈലിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയും രേവതി ആ വീഡിയോ കാണുന്നതും കണ്ണ് നിറയുവാണ്. കാരണം സച്ചി ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് രേവതി വിചാരിക്കുന്നില്ല. പക്ഷെ വീഡിയോ കണ്ട അതാരും സത്യമാണെന്നേ വിചാരിക്കത്തുള്ളൂ. എന്നിട്ട് സച്ചി ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല, യൂട്യൂബിൽ സച്ചി ട്രെൻഡിങ്ങിലങ്ങ് നിൽക്കുന്നതൊന്നും. സുധി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വീഡിയോ നേരെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരെയും ഹോളിൽ പിടിച്ചിരുത്തി ടി വിയിൽ പ്ലേ ചെയ്ത് കാണിക്കുവാണ്. ഇത് കാണുന്നതോടെ രവീന്ദ്രനും ഭയങ്കര ഷോക്കാവും. കാരണം സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ, കാരണം അത് ഒറിജിനൽ പോലെയുണ്ട്. എല്ലാവരും വിശ്വസിക്കുവാണ് ആ വീഡിയോ കണ്ടിട്ട്. വർഷ യൂട്യൂബിൽ നോക്കുമ്പോഴേക്കും നമ്പർ 1 ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. രവീന്ദ്രന് ഭയങ്കര സങ്കടമാവുകയാണ് ഈ വീഡിയോ കാണുമ്പോഴേക്കും. അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ സന്തോഷം. ചന്ദ്ര രവീന്ദ്രനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കണ്ടോ നിങ്ങളുടെ പുഞ്ഞാരമോൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ, ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ, അവൻ കാരണം നമ്മുടെ ഉള്ള വില ദിവസം പോകും തോറും പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വല്ലാതെ വയലൻ്റ് ആവുകയാണ്. എന്നിട്ട് സച്ചി ഇതൊന്നും അറിയുന്നില്ല. സച്ചി ഒരു ട്രിപ്പിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ, അവരും മൊബൈലിൽ നോക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുവേ. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വീഡിയോ കണ്ട ബാധി വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓടുവാണ്. ഞങ്ങൾക്ക് തൻ്റെ വണ്ടിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. സച്ചിക്ക് അപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. മധുസൂദനൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ മധുസൂദനൻ നേരെ ട്രാഫിക് പോലീസിനെ വിളിച്ച് പറയും, ഇങ്ങനെ ഒരാൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്, യൂട്യൂബിൽ ട്രെൻഡിങ്ങിലാണ്, അയാളുടെ വണ്ടി കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞ് മധുസൂദനൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എന്തായാലും ആൻ്റണിയുടെ പ്രതികാരം അത് നന്നായിട്ട് തന്നെ ആൻ്റണി വീട്ടിട്ടുണ്ട്, അത് ഏറ്റിട്ടുമുണ്ട്. ട്രാഫിക് പോലീസ് സച്ചിയെ കാണുന്നതും റോട്ടിൽ സച്ചിയെ വലിച്ചോണ്ടും പോവാണ് റോട്ടിൽ കൂടി. എടാ വാട കള്ളുകൂടിയാ, നിനക്ക് കാരാടാ ലൈസൻസ് തന്നത്, നിൻ്റെ ലൈസൻസ് എവിടെ, ഞാൻ ഇന്ന് അതൊക്കെ റദ്ദാക്കി കളയും, ക്യാൻസലാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ്. സച്ചിക്ക് അപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. എന്താ സാർ എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴേക്കും ട്രാഫിക് പോലീസ് പറയും, നീ തന്നെ പ്രശ്നം, നീ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതാണ് പ്രശ്നം, ആളുകളുടെ യൂട്യൂബിൽ ഇപ്പം നീയാണ് ട്രെൻഡിങ്ങിലെന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് ആ വീഡിയോ ഒക്കെ കാണിച്ചെടുക്കും. വീഡിയോക്ക് താഴെ നിരവധി മോശം കമൻസ് ഒക്കെ കാണുമ്പോഴേക്കും സച്ചിയെ ഞെട്ടിപ്പോവാണ്. സച്ചിയുടെ വണ്ടി കൊണ്ട് പോലീസ് പോവാണ്, സച്ചിയെ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോവാണ്. ആൻ്റണി ഇതൊക്കെ കണ്ട് സന്തോഷിക്കുവാണ്. രേവതിയും രവീന്ദ്രനും എല്ലാം പോലീസ് സ്റ്റേഷനിലോട്ട് ഓടിയെത്തുന്നുണ്ട്. സച്ചി തൻ്റെ നിരപരാധിത്വം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഒരാളും വിശ്വസിക്കുന്നില്ല. കാരണം സച്ചി കുടിക്കുന്ന ആളാണല്ലോ, കുടിച്ച് വണ്ടി ഓടിച്ചു എന്ന് തന്നെയാണ് രേവതിയും രവീന്ദ്രനും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നത്. സച്ചി പറയുന്നുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ രേവതി മേടിച്ച് തന്ന കാർ ഓടിക്കുമ്പോൾ ഞാൻ കുടിക്കൂല അച്ഛാ എന്നൊക്കെ പറയുമ്പോഴൊന്നും അവർ വിശ്വസിക്കുന്നില്ല. കാരണം വീഡിയോ അതുപോലെയാണ് ആൻ്റണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആൻ്റണി ഇതൊക്കെ മാറി നിന്ന് രസിക്കുകയാണ്. ഏതായാലും രവീന്ദ്രനും രേവതിയും എല്ലാവരും സച്ചിയെ തള്ളിപ്പറയുവാണ്. പാവം സച്ചി പോലീസ് സ്റ്റേഷനിലിരുന്ന് പൊട്ടിക്കരയുവാണ്. ഈ എപ്പിസോഡൊക്കെ വരും ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.